ബംഗ്ലാദേശിലെ കാര്യങ്ങളെല്ലാം വിചിത്രമാണ്. കാരണം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ്. അവിടെ ഭരിക്കുന്നത് മതമാണ് ഭരിക്കുന്നത്. നേരത്തെ ജനാധിപത്യം അവാമി ലീഗും ഷെയ്ഖ് ഹസീനയൊക്കെ ഭരിച്ചിരുന്നപ്പം ഈ മതഭ്രാന്തന്മാരെ ഒതുക്കി നിർത്തിയിരുന്നു. പക്ഷേ അവിടുത്തെ നീതിന്യായം, കോടതി, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായി തോന്നും. 1200 പേരെ കൊലപ്പെടുത്തിയ ഒരാൾ, അത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. 1200 പേരെ കൊലപ്പെടുത്തിയോ? അങ്ങനെ 1200 പേരെ കൊലപ്പെടുത്തിയ ഒരാൾ ബംഗ്ലാദേശിൽ ജയിലിലുണ്ടായിരുന്നു. അയാളെ ജയിലിലിട്ടിരിക്കുകയായിരുന്നു. വധശിക്ഷ അയാൾക്ക് വിധിച്ചു. ഇപ്പോൾ ദേ അയാളെ വെറുതെ വിട്ടിരിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത ബംഗ്ലാദേശിലെ നീതിന്യായ സംവിധാനത്തിൻ്റെ കഥയാണ്. അതെ, ഇയാളുടെ കൂടെ ഇത് 1971 നമ്മൾ ബംഗ്ലാദേശിനെ വിമോചിപ്പിച്ചല്ലോ. അതിനു മുമ്പ് നടന്ന ഒരുപാട് ക്രൂരതകൾ മുമ്പ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ധാക്ക യൂണിവേഴ്സിറ്റിയിലുമൊക്കെ പട്ടാളത്തിൻ്റെ കൂടെയൊക്കെ ആളുകൾ കയറുന്നതും പട്ടാളം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ക്രൂരതകളും ഒക്കെ നമ്മൾ ഈ യുദ്ധകാലത്ത് ചില പഴയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ 1971 ക്രൂരതകളുടെ പേരിലാണ് ഇയാളെ 1200 വരെ ആ കാലത്ത് കൊന്നത്. 13 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തത്. ഈ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇയാളുടെ കൂടെ വിധിച്ചിരുന്ന 5 പേരെ തൂക്കിക്കൊന്നു. ഇയാൾ ജയിലിൽ കിടപ്പുണ്ടായിരുന്നു. ഇയാളിപ്പോൾ വിട്ടയച്ചിരിക്കുന്നു. ഇതിനു മുമ്പും ബംഗ്ലാദേശിൽ യൂനിസ് വന്ന ശേഷം റഹ്മാനി എന്ന് പറഞ്ഞൊരാളെ വിട്ടയച്ചിരുന്നു. ഈ തീവ്രവാദ സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ബ്ലോഗർമാരെയൊക്കെ കൊന്നിരുന്ന ഒരു ഭീകരനെയും വിട്ടയച്ചിരുന്നു. അതിൻ്റെ തുടർച്ച എന്നുള്ള പോലെയാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് ATM അഷ്റുൽ ഇസ്ലാമിനെ ഈ വിട്ടയച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് അവിടെ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. 1256 പേരെയാണ് ഇയാൾ കൊന്നതായിട്ട് കേസുള്ളത്. 13 പേരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ കൂടെ ഒരു പത്രപ്രവർത്തകൻ ഷഫീഖ് റഹ്മാനെയും വിട്ടിട്ടുണ്ട്. ഷഫീഖ് റഹ്മാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വസീദ് ജോയിയെ റാഞ്ചാനും കൊല്ലാനും ശ്രമിച്ചു എന്നുള്ള കേസിലെ പ്രതിയായിരുന്ന പത്രപ്രവർത്തകനാണ് ഷഫീഖ് റഹ്മാൻ. 2023 7 വർഷം ശിക്ഷ അയാൾക്ക് വിധിച്ചിരുന്നു. അയാളെയും ഇതിൻ്റെ കൂടെ വിട്ടയച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ 1971 അവാമി ലീഗിൻ്റെ മുജിബുർ റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ 167 സീറ്റ് നേടി മറ്റേ പാകിസ്ഥാൻ, അന്ന് ബംഗ്ലാദേശില്ലല്ലോ, പാകിസ്ഥാൻ പാർലമെൻറ്റിലേക്ക് ജയിച്ചിരുന്നു. അദ്ദേഹം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആവേണ്ട ആളായിരുന്നു മുജിബുർ റഹ്മാൻ. അദ്ദേഹം പ്രധാനമന്ത്രി ആകേണ്ടതായിരുന്നു. പക്ഷേ അന്നത്തെ പട്ടാള മേധാവിക്ക് ബൂട്ടോ ആകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുജിബുർ റഹ്മാനെ ആക്കുന്നില്ല, അറസ്റ്റ് ചെയ്യും എന്നുള്ള നിലയൊക്കെ വന്നു. അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പ്രക്ഷോഭം ഉണ്ടായി. അവിടെ അദ്ദേഹത്തിൻ്റെ തന്നെ അവാമി ലീഗ് മുക്തി ബാഹിനി എന്നുള്ള സേന ഉണ്ടാക്കിയിരുന്നു. നമ്മൾ അതിന് നമ്മുടെ പട്ടാളം സഹായിച്ചു. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ അതിന് മുമ്പ് 6 മാസത്തെ ഇടവേള ഉണ്ടായിരുന്നു. മൺസൂണൊക്കെ വരുന്നത് കൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യുദ്ധത്തിന് പോകുന്നത് പാകിസ്ഥാനെതിരെ. പാകിസ്ഥാനും കൂടെ ആക്രമിക്കുന്നു. അപ്പോൾ ആ ഇടവേളകളിലൊക്കെ വലിയ വംശഹത്യയും ക്രൂരതയുമാണ് അവിടെ അരങ്ങേറിയത്. 10 ലക്ഷത്തോളം ഹിന്ദുക്കളെ അവിടെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ക്രൂരതകളുടെ ഭാഗമായി ഒരു ക്രൂരതയിൽ ഇത്രയും ക്രൂരതകളിൽ അകപ്പെട്ട ഒരുത്തനെയാണ് ഈ അകപ്പെട്ടതല്ല, അത് ചെയ്തയാളെയാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. അപ്പോൾ 2014 ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ആണ് ഇയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത്. അപ്പോൾ ഇയാളെ ഒരു കാരണവശാലും വിടാൻ പറ്റില്ല. കാരണം ഇയാളുടെ കൂടെയുള്ള 5 പേരെ തൂക്കി കൊന്നതുമാണ്. പക്ഷെ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് വേറെ ഒരു കേസ് ഇയാളുടെ പേരിലില്ലെങ്കിൽ ഇയാളെ വിട്ടയക്കൂ എന്നാണ് ഉത്തരവ്. വേറൊന്നുമില്ല, കുഴപ്പമില്ല. 1200 പേരെ കൊന്ന ചെറിയ കേസല്ലേ ഉള്ളൂ. അതാണ് മനസ്സിലാകാത്ത. 1256 പേരെ കൊന്നുണ്ട്, വേറെ ഒരു കേസും ഇല്ലെങ്കിൽ ന്യായമാണല്ലോ. ചിലപ്പോൾ മിക്കവാറും അയാൾ കൊന്ന ഭൂരിപക്ഷം ഹിന്ദുക്കളൊക്കെ ആയിരിക്കും. അതായിരിക്കും, ആണല്ലോ. അപ്പോൾ ഫുൾ ബെഞ്ച് 7 ജഡ്ജിമാരടങ്ങുന്ന ഫുൾ ബെഞ്ചിന്റെ വിധിയാണ്. എന്ത് ബെഞ്ചാണ്? ഫുൾ ബെഞ്ച് എന്നല്ലല്ലോ. അല്ലല്ല, ഫുൾ ബെഞ്ച്. അപ്പോൾ
ചീഫ് ജസ്റ്റിസ് സയ്യദ് അഹമ്മദ് എല്ലാം അപ്പീൽ കോടതി ഈ കോടതി തന്നെയാണ് ഈ കോടതി തന്നെ ഈ വധശിക്ഷ ശരിവെച്ചിരുന്നു. ആ കോടതി തന്നെയാണ് ഇപ്പോൾ സ്വന്തം തീരുമാനം പിൻവലിക്കുന്നത്. അങ്ങനെ അതും അസാധാരണമല്ലേ? അല്ല, അവിടെ ഭരണം മാറി, ഈ കൊലയാളികളുടെ ഭരണം വന്നു. അല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സുപ്രീം കോടതി ഇങ്ങനെ മുമ്പത്തെ ഒരു വിധി പിൻവലിക്കാനായിട്ട് വല്ല സാധ്യതയുണ്ടോ? ചില വിധികളൊക്കെ പിൻവലിച്ചിട്ടുണ്ട്. ഈ ശിക്ഷാ കേസുകളിലൊന്നും പിൻവലിച്ചിട്ടില്ല. ക്രിമിനൽ കേസുകളിലില്ല. ചില സാമ്പത്തിക കേസുകളിലൊക്കെ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ 73 വയസ്സാണ്. 2015 ഇയാൾ അപ്പീൽ കൊടുത്താണ്. 2019 ഈ അപ്പീലും തള്ളി ഈ വധശിക്ഷ സാധുവാണെന്ന് വിധിച്ചതാണ്, ശരിവെച്ചതാണ്. 2020 ഇയാൾ റിവ്യൂ ഹർജി കൊടുത്തു. ആ ഹർജിയിലാണ് ഇപ്പോൾ ഭരണം മാറിയതുകൊണ്ട് ഇങ്ങനൊരു വിധി വന്നിരിക്കുന്നത്. 17 ഇതിനൊക്കെ പുറമെ ഇയാൾ 17 പേരെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്, റാഞ്ചി കൊണ്ടുപോയിട്ടുണ്ട്. രംഗ്പൂർ എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ആ രംഗ്പൂരിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് നമ്മുടെ സിലിഗുരി കോറിഡോർ ചിക്കൻ നെക്ക്. അപ്പോൾ പീഡനങ്ങൾ, വീടുകൾ കത്തിക്കുന്ന ഹിന്ദുക്കളുടെ. എത്ര വയസ്സുണ്ടായേക്ക്? ഇപ്പം 73 വയസ്സുണ്ട്. അപ്പോൾ ഇനി പഴയ പോലെ ഈ പരിപാടി നടത്താനുള്ള ആരോഗ്യം ഉണ്ടാവുമോ? അതുണ്ടാവില്ല. അത് വേറൊരാളുടെ ഇപ്പോൾ അരയ്ക്ക് താഴേക്ക് വെടിവെച്ചൊരു കേസ് പറഞ്ഞില്ലേ, പൂറികൾക്ക് അടുത്തേക്ക് പോകാൻ പറ്റാത്ത ഏതാണ്ട് ആ അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇയാളുടെ ഇപ്പോഴത്തെ ചിത്രങ്ങളുമൊക്കെ അവൈലബിൾ ആണ്. 2014 ഡിസംബർ 30 ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഇയാൾക്കെതിരായ 9 കുറ്റങ്ങളിൽ 5 കുറ്റങ്ങൾക്ക് വധശിക്ഷ വിധിച്ചത്. അപ്പോൾ ഈ ജമാഅത്തെ ഇയാളുടെ കൂടെ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന 5 പേരെ തൂക്കിക്കൊന്നിട്ടുണ്ടല്ലോ, അതിൽ 4 പേരും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 1971 യുദ്ധത്തിൽ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ, അന്ന് ബംഗ്ലാദേശില്ല, പാകിസ്ഥാൻ യുദ്ധത്തിൽ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അമർ ദേശ് എഡിറ്റർ മഹ്മൂദ് റഹ്മാൻ, പിന്നെ ഷഫീഖ് റഹ്മാൻ, ഇവർക്കൊക്കെ 7 വർഷം തടവുമായിരുന്നു. ഇതിൽ ഈ ഷഫീഖ് റഹ്മാനെയാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. 1971 ഏപ്രിൽ 16 മോക്സേദ്പൂർ ഗ്രാമം ഇയാളുടെ നേതൃത്വത്തിൽ ആക്രമിച്ചു. ഈ ATM അഷ്റുൽ റഹ്മാൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ പട്ടാളം ഇവർക്ക് ഒത്താശ ചെയ്തു. ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു സംഘം. ഇയാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കേഡറാണ്. ഇയാൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. ജമാഅത്തെ ഇസ്ലാമി നേതാവാണ് ഇയാൾ. പാകിസ്ഥാൻ പട്ടാളം കൂടെ ഉണ്ടായിരുന്നു. 17-ാം തീയതി ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമങ്ങൾ ആക്രമിച്ചു. അങ്ങനെയാണ് ജുറു വർസീൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ 1256 പേരെ കൊലപ്പെടുത്തുന്നത്. ഒരു ഗ്രാമത്തിൽ കയറിയിട്ട് ഹിന്ദുക്കളായ ആളുകളെ മുഴുവൻ വെട്ടിക്കൊല്ലുന്ന പരിപാടിയാണ് അയാൾ ചെയ്തത്. ഏപ്രിൽ 30-ാം തീയതി രംഗ്പൂരിൽ കാർമൈക്കൽ കോളേജ് ആക്രമിച്ചു. നമ്മൾ നേരത്തെ ധാക്ക യൂണിവേഴ്സിറ്റി ആക്രമിച്ചത്, ഡോർമെറ്ററികൾ ആക്രമിച്ചത്, വിദ്യാർത്ഥിനികളുടെ ഹോസ്റ്റൽ ആക്രമിച്ചതും ഒക്കെ പറഞ്ഞിരുന്നു. 4 പ്രൊഫസർമാരെ റാഞ്ചിക്കൊണ്ടുപോയി. അവരിൽ ഒരാളുടെ ഭാര്യയെയും റാഞ്ചിക്കൊണ്ടുപോയി. ആ 5 പേരെയും കൊന്നുകളഞ്ഞു. ഈ കാർമൈക്കൽ കോളേജിലെ പ്രൊഫസർമാരെയും ആ ഒരു ഭാര്യയെയും. ഇയാൾ ഒരു ബലാത്സംഗ ക്യാമ്പ് നടത്തിയിരുന്നു, റേപ്പ് ക്യാമ്പ്. അത് മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള കാലത്ത്. ഡിസംബർ ആകുമ്പോഴേക്കും, ഡിസംബർ 3 പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു. പിന്നെ യുദ്ധമാണ് 13 ദിവസം. മാർച്ച് മുതൽ ഡിസംബർ വരെയാണ് ഇയാൾ റേപ്പ് ക്യാമ്പ് നടത്തിക്കൊണ്ടിരുന്നത്. അത് ഈ രംഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ. അപ്പോൾ ജയ് ബംഗ്ലാദേശ് എന്ന് വിളിച്ച ഒരാളുടെ സഹോദരനെയും ഇയാൾ റാഞ്ചി കൊണ്ടുപോയി പീഡിപ്പിച്ചതായിട്ടും ഇയാൾക്കെതിരെ കേസുണ്ടായിരുന്നു. അപ്പോൾ ഇയാളെയാണ് ഇപ്പോൾ അവിടെ വിട്ടിരിക്കുന്നത്. അല്ല, ബംഗ്ലാദേശിൽ നിന്ന് ഇതിലേറെ എന്താ പ്രതീക്ഷിക്കാനുള്ളത്? കാരണം അവിടെ ഹിന്ദുക്കളുടെ ദേവാലയങ്ങൾ മുഴുവൻ തകർത്തു, ക്രിസ്ത്യാനികളുടെ വീടുകളെല്ലാം കത്തിച്ചു കളഞ്ഞു, പള്ളികൾ കത്തിച്ചു, നൂറുകണക്കിന് ഹിന്ദുക്കളെ. അതിൽ ഇടതുപക്ഷക്കാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. ഹിന്ദു പേരുണ്ടായി പോയി, അല്ലെങ്കിൽ ഹിന്ദു മാതാപിതാക്കൾക്ക് ജനിച്ചുപോയി എന്നുള്ള കാരണം കൊണ്ട് ഹിന്ദുക്കളെ പരസ്യമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ആരും ശിക്ഷിച്ചതായിട്ടും നമ്മൾ വാർത്ത കേട്ടില്ല.
അതായത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഇസ്കോൺ. ഇസ്കോണിൻ്റെ കൊടി ഉയർത്തിയതിൻ്റെ പേരിൽ അതിൻ്റെ കൊടി ഉയർത്തി, ഇസ്കോണിൻ്റെ പതാക ഉയർത്തി അല്ലെങ്കിൽ കാവിക്കൊടി ഉയർത്തി എന്ന പേരിൽ അവരുടെ ദേശീയ പതാകയെ ആക്ഷേപിച്ചു എന്നും പറഞ്ഞ് ഒരു സന്യാസിയെ പിടിച്ച് ജയിലിലിട്ടിരിക്കുക. സന്യാസി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ജാമ്യം കൊടുത്തപ്പോൾ അടുത്ത കേസ് ചാർജ് ചെയ്തു. ആ സന്യാസിക്ക് വേണ്ടി വാദിക്കാൻ വന്ന വക്കീലിനെ കൊന്നു. അതൊക്കെയാണ് കാല് തല്ലി ഒടിച്ചു. ഈ കൊല്ലപ്പെട്ടതും കാല് തല്ലി ഒടിക്കപ്പെട്ടതും മുസ്ലിമുകളാണ്. മുസ്ലിമുകളായ വക്കീലന്മാർ ഈ സന്യാസിക്ക് വേണ്ടി വക്കാലത്തുമായി വന്നപ്പോൾ അവരെ വരെ കൊല്ലുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള അരാജകത്വം നിറഞ്ഞ രാജ്യമായി ബംഗ്ലാദേശ് മാറി. മിനിയാന്നും ഒരു ഗ്രാമത്തിൽ കുറേ ഹിന്ദുക്കളെ കൊന്ന വാർത്ത വന്നിട്ടുണ്ട്. 7-8 പേരെ കൊന്ന വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. വീടുകൾ കത്തിക്കുക, അങ്ങനത്തെ അക്രമങ്ങളൊക്കെ ഇപ്പോഴും നടക്കും. അതെ അതെ. അപ്പോൾ അവിടെ നിന്ന് ഇത്തരം ഒരു വിധിയൊന്നും വരുന്നത് അസ്വാഭാവികമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.